അട്ടമഭാവാധിപത്യവും ഈ ശുക്രനെ വഹിച്ചതുകൊണ്ട് സാധാരണ നമ്മൾ അട്ടമഭാവം കൊണ്ട് സർവപ്രണാശവും വിവതോ അപവാദോ ഹേതുപ്രദേശവും മരണസ്യദാസക മഠാധികം ഭീഷ്മ ഗതാച്ച വിഘ്നാഹ. അപ്പം ഇതിപ്പോൾ ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശ്രീലകം ശ്രീകോവിൽ നമ്മൾ തടിയൊക്കെ മാറ്റി റെഡിയാക്കി നമ്മളിപ്പോൾ ചെമ്പ് നേരത്തെ ചെമ്പൊക്കെ മാറ്റി ചെമ്പ് ഇതാക്കുക. ഈ ക്ഷേത്രപ്രദേശം അഖിലം എന്ന് പറയുമ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഉള്ള മനസ്സിലായില്ല നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും നമ്മൾ നിർമ്മാണം നടത്താമെന്ന് വാക്ക് നേരത്തെ എങ്ങാനും വാക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ തന്നെ അല്ലെങ്കിൽ അട്ടമഭാവമാകുമ്പോൾ ശുക്രൻ തന്നെ ശുക്രശ്രീ ഗണപതിയാണെങ്കിലും എടുക്കാം. അത് എന്തെങ്കിലും ഒരു പോരായിക വന്നിട്ടുണ്ടോ അത് പറഞ്ഞിട്ട് നമ്മൾ നടത്താതെ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഒരു വിഷയം ചോദിക്കുക. കാരണം അത് ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ചോദിക്കണം എന്നാ. ദേവസ്വം ബോർഡിൻ്റെ ഒരു കോൺട്രാക്ട് പുലിക്കല്ലും ഉത്സവവും എല്ലാം ഉള്ളത് മഹാദേവനാണ്. അദ്ദേഹമാണ് ഇവിടെ പ്രധാന ദേവൻ എന്നുള്ളത് നമ്മൾ അസംശയം പറയാൻ പറ്റുന്നതാണ്. അത് ഭക്തജനങ്ങൾക്ക് ആ ഒരു ബോധം വേണം. പിന്നെ അദ്ദേഹത്തിൻ്റെ ആചാരകാര്യങ്ങളിനകത്ത് നമ്മൾ അത് നമുക്കിപ്പോൾ ഈ പറയുന്നത് നമുക്ക് തന്ത്രവുമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആചാരമായിട്ടൊന്നും ബന്ധമില്ല. നമ്മൾ പലതും കണ്ടുള്ള അനുഭവം. അപ്പോൾ അത് അറിയുന്ന ആൾക്കാർ തന്ത്രി എന്ന് പറയുമ്പോഴത്തേക്കും ആ വിഷയങ്ങളിനകത്ത് നമ്മൾ ഏറ്റവും അറിവുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ തന്ത്രി പറയുന്ന കാര്യങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിൻ്റെ വൃത്തിക്കായിട്ട് എല്ലാം അനുഷ്ഠിക്കണം. അപ്പോൾ അതിൽ അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിനകത്ത് ഉത്സവത്തിനകത്ത് ഭഗവാന് തൃപ്തിക്കുറവുണ്ട്. ഇങ്ങനെ പോരാ. ഉത്സവം അത് കൃത്യമായിട്ട് ഇത്രയും മഹാക്ഷേത്രമാകുമ്പോൾ ആചാരം അനുസരിച്ച് ഭംഗിയായിട്ട് തന്നെ ഉത്സവം വരണം. ഇപ്പം നടക്കുന്നതിനകത്ത് നമുക്കൊരു തൃപ്തിയില്ല എന്നാണ് പറയുന്നത്. നിശ്ചയിച്ചിട്ടില്ല. അല്ല, അതിന് മുൻപ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഉത്സവത്തിന് ചെയ്യേണ്ടതാണെങ്കിൽ ഉത്സവത്തിന് തന്നെ ചെയ്യണം. തീർച്ചയായിട്ടും അകത്ത് പൂജാതി കർമ്മങ്ങളിലും അങ്ങേക്ക് തീരുമാനം എടുക്കാം, കൃത്യത എടുക്കാം. 3 ആന വരും. ഈ 3 ആന ഇങ്ങനെ നിരന്നു കഴിഞ്ഞ് അതിന് മുമ്പുള്ള വിളക്കും കൂടെ ആകുമ്പോഴത്തേക്ക് ക്ഷേത്രത്തിന്റെ പകുതി കഴിയും. ഇവർ നിൽക്കുന്ന ആ ഒരു ക്ഷേത്രത്തിന്റെ പകുതി കഴിയും. അപ്പോഴത്തേക്ക് തന്ത്രി നടന്നു വരാൻ കുറച്ച് 2 കല്ല് തൂയി കഴിയുമ്പോൾ തന്ത്രി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആനയുടെ പറയുന്നത്. അപ്പൊ അതാ സംഭവിക്കും. ഈ ദേവനെ രാവിലെ ഒരു ആനയേ ഉള്ളൂ. അല്ല, രാവിലെ ഒരു ആനയേ ഉള്ളൂ. ആനയുടെ എണ്ണം കുറയ്ക്കാണെങ്കിൽ കുറയ്ക്കാം. ആനയുടെ എണ്ണം കൂടിയതുകൊണ്ട് മാത്രമൊന്നും 6 ദിവസം വരുന്ന 3 ആന വരുന്നത്. രാവിലെ ആയാലും വൈകിട്ടായാലും ഒരാനയെ ഭഗവാൻ എഴുതണുള്ളൂ. ഒരാന പുറത്താണ് ഭഗവാൻ ഇരിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ 3 ആനയോ 5ഓ 7ഓ ഇതൊക്കെ 17 ആനയാണ് ഇദ്ദേഹത്തിന് തമ്മിലുള്ള കുടമാണിക്യ ക്ഷേത്രത്തിൽ 17 ആനയുണ്ട്. ഈ ശ്രീഭൂതേരി സമയത്ത് ഒരാനയുടെ ഇതാണ് ഉണ്ടാവുക. മതിൽക്കകത്ത് സ്ഥലമുള്ള കാരണം ചിലപ്പോൾ ഉള്ള അതും ഇവിടെ ഈ ആന കൂടി വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആന വരുന്നതിന് സമയമെടുക്കും. അപ്പോഴത്തേക്കും ഇവിടെ തന്ത്രി അത് അങ്ങനല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ 6 ദിവസം വരെ ഉള്ള 3 ആന. അത് വൈകുന്നേരത്തേ ഉള്ളൂ പ്രധാനമായിട്ട്. പ്രധാനം പറഞ്ഞാൽ അത് ഈ കരപറച്ചിൽ എന്ന് പറഞ്ഞ ചടങ്ങുണ്ടത്. ഈ 5 വരത്തിന് ശേഷമുള്ള ആ ഒരു ചടങ്ങ് നടന്നത്. 4 വരത്തെ 5ാമത്തെ വരത്തെ മുതലാണ് അത് നടന്നത്. 3 ആനയും ഈ ആദ്യത്തെ പ്രദേശം ഇല്ല, അത് നേരത്തെ ഇല്ലായിരുന്നു. നേരത്തെ കാര്യമല്ല. പിന്നെ ഈ സമീപഭാവിയിലാണ് അത് വന്നത്. അത് ഇപ്രാവശ്യം വേണമെങ്കിൽ ഒഴിവാക്കാം. 4 വലത്ത് കഴിഞ്ഞിട്ട് 5ാമത്തെ വലത്തോട്ട് 3 ആന എഴുന്നള്ളിക്കാൻ വേണം. അതൊരു കലഹത്തിൻ്റെ വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ട് നമുക്കിവിടെ പല സമ്മനാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അടുത്ത് ഇനിയിപ്പോൾ ഇതൊരു ഭാവത്തിൻ്റെ കാര്യം. മീനൻ രാശിയാണ് ആരൂഢം വന്നത്. മീനൻ രാശി ആരൂഢം വന്നു. ഇത് 6ാം ഭാവാധിപനായിട്ടുള്ള ആദിത്യം. നമുക്കിവിടെ ആരൂഢത്തിൽ ഉദിച്ച ഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് ആദിത്യൻ, ബുധൻ, ശുക്രൻ, ശനി, രാഹു. അപ്പോൾ ഇതിൽ ഏറ്റവും നമുക്ക് ദോഷമായിട്ട് വരുന്നതെന്ന് പറയുന്നത് അഷ്ടമാധിപനും 6ാം ഭാവാധിപനും. അപ്പം ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ചം മുനിയോ ഭാവാൻ അനുഷ്ഠാനം. അപ്പോൾ 6ഉം 8ഉം ഭാവാധിപന്മാരാണ് ഇതിൽ ഏറ്റവും ദോഷമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറഞ്ഞ ശുക്രനും 6ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ആദിത്യനുമാണ്. ഈ അഷ്ടമ ഭാവം എന്ന് പറയുന്നത് അതായത് ഈ ആരൂഢത്തിന് അധോമുഖത്വം ഉണ്ടാക്കിയത് ആദിത്യനാണ്, ശിവനാണ്. ആരൂഢം അധോമുഖ രാശിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആദിത്യൻ നിൽക്കുന്ന രാശി, അതിൻ്റെ 4ാം ഭാവം, 7ാം ഭാവം, 10ാം ഭാവം കേന്ദ്രരാശികളെല്ലാം അധോമുഖമായി മാറുന്നു. ആരൂഢം അധോമുഖമായാൽ ഭം അഗ്നൈർഹീയതേ വിത്താദിഭി തെജേതാഭി സുഹൃജനൈരഭി, എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോയിന്നാ. അപ്പോൾ ആ അധോമുഖത്വമാക്കി അത് ആദിത്യൻ്റെ അദ്ദേഹത്തിന് എല്ലാവരും ഈ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത്.
ആ അഖിലയിൽ ഹീയത എന്നാണ്, വളരെ ഹീനത്വം ഉണ്ടായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതിന്റെ 6ാം ഭാവാധിപതിനായിട്ടുള്ള ഇപ്പൊ ഈ വിത്താദിപി, വിത്തം എന്ന് വെച്ചാൽ ധനം എന്നാണ്. ധനമായിട്ടുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മനസ്സിലായില്ലയോ, അതൊക്കെ വിഷയമായിട്ട് തർക്കം ഉണ്ടായിന്നാണ്. 2ാം ഭാവത്തിന്റെ തിരുമേനി ഒരു വിഷയം എന്ന് വെച്ചാൽ ആ വിഷയത്തിനകത്ത് വന്നത് 6ാം ഭാവാധിപതിയാണ്. അത് മാത്രമല്ല, ഗുളിക ഭവനാധിപനായിട്ടുള്ള ഗ്രഹമാണ് 2ാം ഭാവത്തിൽ നിൽക്കുന്നതിന്റെ കൂടെ ഇവിടെ ഒരു അനിഷ്ടം ഉണ്ടാവുകയും അത് ഒരു ശക്തി മാനസിക ക്ലേശത്തോടു കൂടി ഇവിടുന്ന് പോകാനിട വന്നിട്ടുണ്ട്. ആദിത്യൻ അരുളത്തിൽ ലഗ്നത്തിൽ നിന്നാൽ തന്നെ പറഞ്ഞിരിക്കുന്ന സൂര്യസ്തബ്ധോ വികലനയനോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വൈകല്യമായിട്ടുള്ള, അതായത് നമ്മുടെ ഇത് നോട്ടക്കുറവൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നോട്ടക്കുറവ് നമുക്ക് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഉപാലയം പോലെ എവിടെയെങ്കിലും നമ്മളൊരു നിർമ്മാണം നേരത്തെ തന്നെ നമ്മൾ നടത്താം സങ്കല്പിച്ചിട്ട് അത് നടത്തേണ്ട വിഷയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനമുള്ളതെന്ന് പറയുന്നത് ഈ നേദ്യം ഇത് തന്നെയാണ്. അപ്പോൾ ആ നേദ്യത്തിൻ്റെ അശുദ്ധി ഉണ്ടാവും, അവിടെ അശുദ്ധി ഉണ്ടാവും. അവിടെ ഈ കല്ല് മാറി കിടക്കുമ്പം അവിടെ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് വെള്ളം വീണും ഇത് തുഴിവൊക്കെ വരും. അല്ല, അശുദ്ധി സ്ഥാനാധിപതി ആരുളത്തിൽ ആദ്യത്തെ നിൽക്കുന്നത് അത് മനസ്സിലായില്ല, ഉണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും. നമ്മളപ്പോൾ ഇത് നവീകരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കി എന്ത് ചെയ്യുന്നതിന് മുമ്പേ അത് നമുക്ക് ഒരു യുദ്ധാല അടിസ്ഥാനത്തിൽ അത് നവീകരിക്കണം. കടപ്പള്ളി ഒരു രാശിയെന്നൊക്കെ ചിന്തിക്കണമല്ലോ. സാന്നിധ്യം, ക്ഷേത്രം, ബിംബം, ത്രീണി, വിലക്ഷേന ചിന്തയെന്നല്ലേ പറയാം. അല്ലല്ലോ, സാന്നിധ്യ വിഷയവും ചിന്തിക്കേണ്ടുന്നത് ആരുണം കൊണ്ട് തന്നെയാണ്. ക്ഷേത്രം ചിന്തിക്കേണ്ടുന്നതും ആരുണം കൊണ്ട് തന്നെയാണ്. ബിംബം ചിന്തിക്കേണ്ടുന്നതും ആരുണം കൊണ്ട്. പക്ഷേ സാന്നിധ്യം, ക്ഷേത്രം, ബിംബം, ത്രീണി, വിലജ്ഞേന ചിന്ത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം വിഷയം, ബിംബ വിഷയം അല്ലെങ്കിൽ സാന്നിധ്യ വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ അജ്ഞ വാങ്ങിച്ച് അദ്ദേഹം അജ്ഞ കലശം നടത്തിയാണല്ലോ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അശുദ്ധി സ്ഥാനാധിപത്യം വഹിച്ച ആദിത്യനാണ് അവിടെ ആരുടത്തിൽ നിൽക്കുകയാണെങ്കിലും അതിൻ്റേതായ പോരായ്മകളുണ്ടാകും. ബാക്കിയെല്ലാം പിന്നെ ശുദ്ധിയെല്ലാം പിന്നെയാണല്ലോ വരുന്നത്. നമുക്കിപ്പോൾ ഒരു പ്രത്യക്ഷത്തിൽ അറിയത്തില്ലെങ്കിലും ഈ ആദിത്യൻ അർക്കശംപുരതാഹൃത അഗ്രഗ്രഹേശ്വർക്ക് അസംശയത്തിൽ ആദിത്യൻ തന്നെയാണ് ഒഴിച്ച് നിൽക്കുന്നത്. അപ്പോൾ അത് ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ആദിത്യനാണ് ലഗ്നത്തിൽ ഉദിച്ചിരിക്കുന്നത്. നമ്മളിത് അകത്ത് തന്നെ ഒരു അശുദ്ധി ബാധിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിലുണ്ട്. അകത്ത് 6ാം ഭാവാധിപനായിട്ട് അശുദ്ധി ശത്രുവ ചിന്തനീയ ശത്രുണം. അപ്പോൾ അത് അശുദ്ധിയായിട്ട് തന്നെ നമുക്ക് പിന്നെ അകത്ത് ബാധിക്കാനുള്ള സാഹചര്യങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശ്രീകോലനാഥിൻ്റെ എന്താ പറയാൻ കാരണം, അതായത് കണ്ടോ വരച്ചു വെച്ചിരിക്കുന്ന സൂക്ഷ്മമാണ്, സ്ഥൂലമല്ല. മാന്നിട്ടിരിക്കുന്നുണ്ടോ ഗുളികൻ, രേതസ്പർശം സമസ്പർശം മൂത്രം മൂത്രപരീക്ഷയോ. ക്ഷേത്രോചിതമല്ലാത്ത ആരാധനാക്രമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ആരാധനക്രമമല്ല. രേതസ്പർശം ശവസ്പർശം മൂത്രം മൂത്രപരീക്ഷയോ എന്ന് ഗുളികനെ കൊണ്ട് പറഞ്ഞാൽ പുലവാലായ്മയോട് കൂടിയൊക്കെ ഇതിനകത്ത് കയറിയ വിഷയം ഉണ്ട്. ഇത് മാത്രമാണ്. ഒന്നും കൂടെ നോക്കിയട്ടെ, അല്ല ഒന്നും കൂടെ ചിന്തിച്ച് നോക്കിയട്ടെ. അതിനകത്ത് നമ്മൾ സാന്നിധ്യ വിഷയം, നമ്മൾ ക്ഷേത്രം ബിംബമൊക്കെ നോക്കുമ്പോൾ ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ പറയേണ്ടതാണ്. ഗുളികൻ സൂക്ഷ്മതലത്തിലാണ്. സ്ഥൂലമായിട്ട് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു കാണത്തില്ല, പുലവാലായ്മ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കാണത്തില്ല. അത് ചിലപ്പോൾ മറച്ചു വെച്ച് കാണും. ഏത് രീതിയിലുള്ള മാത്രമല്ല നമുക്കൊരു അശുദ്ധിയായിട്ടൊക്കെ ഒരു അകത്തോട്ട് ആൾക്കാർ കയറാനൊക്കെയുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. അതിന് കാരണം അല്ലെങ്കിൽ 6ാം ഭാവാധിപന് ആ ലഗ്നത്തിൽ വരുത്തിക്കും. പിന്നെ 5ാം ഭാവത്തിൽ അപ്പം സാന്നിധ്യഭാവി ബിംബഞ്ച പഞ്ചമേനോ അത് ചിന്തിയതാണ്. 5ാം ഭാവത്തിൽ ബിംബസ്ഥാനത്തുമാണ് ഗുളികൻ നിൽക്കുന്നത്. അപ്പോൾ ഗുളികൻ നിൽക്കുമ്പോഴത്തേക്കും അകത്ത് നമുക്ക് ആ ബുധനാകുമ്പോഴത്തേക്കും പിന്നെ ശുക്രനാകുമ്പോൾ പല അശുദ്ധികളും ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ അത് പരിഹാരം തേടേണ്ടതുണ്ട്. 6ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, എല്ലാം നമ്മൾ അകത്തോട്ട് കുറച്ച് അശുദ്ധി ബാധിക്കുന്നത്. ഇത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുമ്പോൾ അടച്ചിട്ട് പോയിട്ടില്ലേ നിർമ്മാണ പ്രവർത്തനം തുടങ്ങത്തുള്ളൂ. പിന്നെ വൈകിട്ട് ഇവരിറങ്ങുമ്പോഴാണ്, നേരത്തെ ഇറങ്ങുകയോ അല്ലയോ പിന്നെ തുറന്ന് നിത്യവും ശുദ്ധിയൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെയൊക്കെ പഞ്ചപുരം ഉണ്ടോ അതോ ഒന്നുമില്ലല്ലോ? പഞ്ചരം വെച്ചിട്ടുണ്ട് ദേവിക്ക് പടിഞ്ഞാറ് പാർവതി ദേവിക്ക്. ബാക്കി ഇല്ല, ബാക്കി അതിൻ്റെ ആവശ്യമില്ല. കാരണം ചക്കത്തട്ട് ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അതിനകത്തിറങ്ങി പണിയൊന്നുമില്ലല്ലോ. ദൗദൗ ഗൗണഗത ദിമൂർത്തയെ 6ാം ഭാവാധിപതിയും ആദിത്യനുമായിട്ട് ഉള്ള ഗ്രഹം ഉഭയരാശി തന്നെ നിൽക്കുമ്പോൾ, 6ാം ഭാവാധിപത്യം വഹിച്ചിട്ട് നിൽക്കുമ്പോൾ ഇതിൽ അഷ്ടബന്ധമൊക്കെ എത്ര നാളാവും? അഷ്ടബന്ധമൊക്കെ കിട്ടെ 25 വർഷത്തെ നവീകരണത്തിന് ശേഷം നടന്നിട്ടില്ല. പൊട്ടലുണ്ടോ?
ഉണ്ട്. വളരെ പൂർവികമായിട്ടുള്ള നമ്മൾ അഷ്ടബന്ധത്തിന്റെ ഒരു